നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ ഒരു അധ്യായമാണ് ഇന്നലെ അവസാനിച്ചിരിക്കുന്നത്. ജനുവരി 4 മുതൽ 8 വരെ കൊല്ലത്ത് വെച്ചു നടന്ന 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ വിവിധ ജില്ലകളിൽ നിന്ന് വന്ന കലാപ്രതിഭകൾ മിന്നുന്ന പ്രകടനമായിരുന്നു കാഴ്ചവെച്ചത്. ഒന്നിനൊന്നും മെച്ചമെന്നു തന്നെ പറയാൻ പറ്റൂ. പരാതികളില്ലാതെ കടന്നുപോയ കലോത്സവത്തെ എല്ലാവരും വാനോളം പുകഴ്ത്തി. എന്നാൽ ഇപ്രാവശ്യവും കുഞ്ഞു പരാതികൾ ഉണ്ടായിരുന്നു. ഇതിൽ എടുത്തു പറയേണ്ട ഒന്നായിരുന്നു ഒപ്പന. ഒപ്പന എന്നത് ഒരു ജനപ്രിയ ഇനമാണ്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് ഒപ്പന കളിക്കുന്നവർ വീഴുന്നത് പതിവ് കാഴ്ചയായിരിക്കുകയാണ് ഇപ്പോൾ. ഇപ്രാവശ്യത്തെ കലോത്സവ വേദിയിലും ഇതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒപ്പന ഒരു ജനപ്രിയ ഇനമാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു ഓപ്പൺ സ്റ്റേജിൽ വെച്ച് നടത്തേണ്ടതായിരുന്നു. എന്നാൽ സി കേശവൻ മെമ്മോറിയൽ ടൗൺ ഹാളിൽ വെച്ച് നടത്തിയ ഒപ്പന കാണാൻ വന്ന പലർക്കും അത് കാണാതെ മടങ്ങേണ്ടി വന്നു. ഇതായിരുന്നു ഒന്നാമത്തെ പരാതി. ഇനി അടുത്തത്, സ്റ്റേജിൽ ഒരു കാർപ്പറ്റ് പോലും ഇടാൻ കലോത്സവ സംഘാടകർക്ക് പറ്റിയില്ല. ഇതു കാരണം കളിയുടെ ഇടയിൽ വീണത് ഒരാളല്ല, 2 പേരാണ്. ഇതെല്ലാം ഒരു അശ്രദ്ധ മൂലമാണ് നടന്നത്. ഒപ്പന കഴിഞ്ഞു വന്നവർ ഒരേ സ്വരത്തിൽ തന്നെ പറഞ്ഞിരുന്നു സ്റ്റേജിലെ പ്രശ്നം. എന്നാൽ ഇതിനെതിരെ ഒരു നടപടിയും സംഘാടകർ സ്വീകരിച്ചില്ല. ഇനി മറ്റൊരു പ്രശ്നമായി വിദ്യാർത്ഥികൾ പറഞ്ഞത് മൈക്കിൽ നിന്ന് ഷോക്കടിച്ചു എന്നാണ്. ഇതെല്ലാം പരിശോധിച്ചിട്ട് വേണ്ടേ ഇവർക്ക് കൈമാറാൻ? ഒന്ന് ചോദിച്ചോട്ടെ, ഇവിടെ ആ വിദ്യാർത്ഥികൾക്ക് വല്ലതും പറ്റിയാൽ ആര് ഉത്തരവാദിത്വം പറയും? ഇനി വരുന്ന വർഷമെങ്കിലും ഇതെല്ലാം പരിഹരിച്ച് വേണ്ട നടപടികൾ സ്വീകരിക്കുക.